പാലപ്പള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. നിയമക്കുരുക്കിൽപ്പെട്ട് അടഞ്ഞുകിടന്നിരുന്ന പെരിഞ്ഞനം പഞ്ചായത്തിലെ പ്രളയപുരയ്ക്ക് ശാപമോക്ഷം. 8 കുടുംബങ്ങൾക്ക് കൂടി വീടിന്റെ താക്കോൽ കൈമാറി. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ വിവിധ മേഖലകളിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിട്ട് 2 ആഴ്ച പിന്നിട്ടു. കുടിവെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കൌൺസിലർമാർ കാലിക്കുടങ്ങളുമായി പ്രതിഷേധ സമരം നടത്തി. കടങ്ങോട് ചിറമ്മനേങ്ങാട് കണലിപ്പാറപ്പുറത്ത് വെടിമരുന്ന് പടക്ക സംഭരണശാല ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. ജനവാസ കേന്ദ്രത്തിന് സമീപം വെടിമരുന്ന് സംഭരണശാല ആരംഭിക്കാനുള്ള നീക്കമാണ് നാട്ടുകാരെ ഭീതിയിലാക്കിയിരിക്കുന്നത്. മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഊരകം 7-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ്. പ്രതീക്ഷയോടെ മുന്നണികൾ. വോട്ടെണ്ണൽ നാളെ. കാളിയാറോഡ് ചന്ദനക്കുടം ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി. മുട്ടുവിളിയുടെയും ദഫ്മുട്ടിന്റെയും അകമ്പടിയോടെയായിരുന്നു കൊടിയേറ്റം. ഞായറാഴ്ച പുലർച്ചെ വരെ നേർച്ചകൾ പള്ളിയിലെത്തി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. പാലപ്പള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. വീടിന് പുറകിലെ തോട്ടത്തിൽ നിന്നിരുന്ന പശുക്കുട്ടിയുടെ പകുതി ഭാഗവും ഭക്ഷിച്ച നിലയിലാണ്. ഇന്ന് പുലർച്ചെയാണ് പ്രദേശവാസികൾ പശുക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി. ആഴ്ചകൾക്ക് മുൻപ് എച്ചിപ്പാറ കുണ്ടായി വലിയകുളം പ്രദേശത്തും പുലിയിറങ്ങി പശുക്കളെ കൊന്നിരുന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്കും ആദിവാസി കോളനികൾക്കും സമീപത്തായി പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു തുടങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുന്ന പ്രദേശത്ത് പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. പുലിയിറങ്ങി പശുക്കളെ ആക്രമിക്കുന്നത് പതിവായ സാഹചര്യത്തിൽ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്. നിയമക്കുരുക്കിൽപ്പെട്ട് അടഞ്ഞുകിടന്നിരുന്ന പെരിഞ്ഞനം പഞ്ചായത്തിലെ പ്രളയപുരയ്ക്ക് ശാപമോക്ഷം. 8 കുടുംബങ്ങൾക്ക് കൂടി വീടിന്റെ താക്കോൽ കൈമാറി. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഗൃഹപ്രവേശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 2025ഓടെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട് നൽകണമെന്നാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സാധാരണ നിലയിൽ ഗവൺമെന്റിന്റെ ഒരു നയമാണ് എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട്. അക്കൂട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭവന നിർമ്മാണ പദ്ധതിയായിട്ടുള്ള ലൈഫ് കൂടി സമാഹരിച്ചപ്പോൾ ഈ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും വീടും നൽകാവുന്ന ഒരു നാടായി കേരളം മാറണം എന്ന നിർബന്ധ ബുദ്ധിയിലേക്ക് കടന്നു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ റോട്ടറി ക്ലബ്ബ് 1 കോടി രൂപ ചെലവഴിച്ച റവന്യൂ വകുപ്പിന്റെ മിച്ചഭൂമി സ്ഥലത്താണ് പ്രളയപുര നിർമ്മിച്ചിരിക്കുന്നത്. പ്രളയബാധിതരായ 2 കുടുംബങ്ങൾക്ക് മാത്രമേ താക്കോൽ കൈമാറിയിരുന്നുള്ളൂ. പഞ്ചായത്തിന്റെയും MLAയുടെയും ജില്ലാ കളക്ടറുടെയും ഇടപെടലിനെ തുടർന്ന് ഫെബ്രുവരി 14 നടന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് പ്രളയപുരയിലെ ബാക്കി വീടുകൾ പ്രളയബാധിതർക്ക് പുറമെ ഭവനരഹിതർക്കും ഭൂരഹിതർക്കും നൽകാൻ തീരുമാനിച്ചത്. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. പ്രളയപുരയുടേതുപോലെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്ന പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ ക്രിമിറ്റോറിയത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രവർത്തന സജ്ജമായെന്ന് E.T. ടൈസൺ MLA പറഞ്ഞു. ഗതാഗത കുരുക്ക് നേരിടുന്ന 3 പീടിക സെന്ററിലെ ട്രാഫിക് പ്രശ്നത്തിന് റോഡിന് വീതി കൂട്ടി പരിഹരിക്കും. മണ്ഡലത്തിലെ മറ്റൊരു പ്രധാന വികസന പദ്ധതിയാണ് 1.79 കോടി ചെലവിൽ നിർമ്മിച്ച ഐസൊലേഷൻ വാർഡെന്നും MLA കൂട്ടിച്ചേർത്തു. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ മുഖ്യാതിഥിയായി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ, കൊടുങ്ങല്ലൂർ തഹസിൽദാർ അനിൽകുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ അജിത, പഞ്ചായത്ത് സെക്രട്ടറി K ശ്രീകുമാർ, വില്ലേജ് ഓഫീസർ ഷൈബി, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ് കയ്പമംഗലം. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ വിവിധ ഭാഗങ്ങളിൽ ദിവസങ്ങളായി കുടിവെള്ളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ കോൺഗ്രസ് കൌൺസിലർമാർ കാലിക്കുടങ്ങളുമായി കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കുടിവെള്ളത്തിനു വേണ്ടി തൃശൂർ കോർപ്പറേഷൻ 162 കോടി ചെലവഴിച്ചിട്ടും കുടിവെള്ളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ ഉപനേതാവ് EV സുനിൽ രാജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ, ലാലി ജെയിംസ്, വിനീഷ് തയ്യൽ തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ ചിറമ്മനേങ്ങാട് കണലിപ്പാറപ്പുറത്ത് വെടിമരുന്ന് പടക്ക സംഭരണശാല ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്.
ജനവാസ കേന്ദ്രത്തിന് സമീപം വെടിമരുന്ന് സംഭരണശാല പ്രവർത്തനം ആരംഭിക്കുന്നത് നാട്ടുകാരെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. കടങ്ങോട് പഞ്ചായത്തിലെ 2ാം വാർഡിൽ ഉൾപ്പെടുന്ന ചിറമനേങ്ങാട് പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതിന് നടുവിലാണ് കണലിപ്പാറപ്പുറം സ്ഥിതി ചെയ്യുന്നത്. കുന്നംകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പടക്ക നിർമ്മാണ ഗ്രൂപ്പ് ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങിയാണ് വെടിമരുന്ന് സംഭരണശാല നിർമ്മിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഈ വ്യക്തിക്ക് 8 കടകൾ കേരളത്തിലുണ്ട്. തമിഴ്നാട്ടിലെ പടക്ക നിർമ്മാണശാല അടക്കം ഉണ്ടെന്നാണ് അറിവ്. അവരുടെ ഈ കടകളിലേക്കുള്ള എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ചെയ്യാനും വിൽക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും ജനവാസ കേന്ദ്രമായിട്ടുള്ള ഈ സ്ഥലത്ത് അവരൊരു ഗോഡൌൺ പണിയാൻ വേണ്ടി പോകുന്നത്. 150 വീടുകൾ ചുറ്റുപാടുകളുണ്ട്. പിന്നെ അമ്പലം, ഒരു 3 അമ്പലം ഉണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ പോകാനുള്ള സൗകര്യങ്ങളുള്ള റോഡ്, ഇതൊക്കെ ഇതിന്റെ അടുത്ത് കൂടിയാണ് പോണത്. ഒന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലം അനുസരിച്ച് എല്ലായിടത്തും അപകടങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്ന സന്ദർഭമാണ് ഇപ്പോൾ കാണുന്നത്. എന്ത് വില കൊടുത്തിട്ടായാലും ഞങ്ങൾ അതിൽ എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കണലിപ്പാറപ്പുറത്തിന് 50 മീറ്റർ ദൂരത്തിൽ 70ഓളം വീടുകളും 100 മീറ്റർ ദൂരത്തിൽ 200ഓളം വീടുകളും സ്ഥിതി ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ക്ഷേത്രങ്ങളും കാവുകളും പഞ്ചായത്ത് റോഡുമുണ്ട്. ഈ സ്ഥലത്തിനോട് ചേർന്നാണ് കുടിവെള്ള വിതരണ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ പാറപ്പുറത്ത് ഇത്രയും ഒരു ഹീനമായ പ്രവൃത്തിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടു വന്നിട്ടുള്ളത്. വളർന്നു വരുന്ന ഓരോ തലമുറയ്ക്കും ബുദ്ധിമുട്ടുകൾ ഇനിയും ഭാവിയിൽ ദോഷങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഇത്തരം ഒരു പ്രവൃത്തി ഈ സ്ഥലത്ത്, ഈ പ്രദേശത്ത് നടത്താൻ ഞങ്ങൾ ആരും അനുവദിക്കില്ല. പാറ ഇങ്ങനെ പൊട്ടിക്കും തോറും ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പേടിയാണ്. ഈ ഭാഗത്ത് ഇത് ആരാധനാലയമുണ്ട്, കൊച്ചുമക്കൾ സ്കൂളുകളിൽ പോണതും പ്രോപ്പർ കേന്ദ്രമാണത്. അവിടെയാണ് ഇത് വരണത്. വാണിജ്യ ആവശ്യത്തിന് കെട്ടിടം നിർമ്മിക്കാനെന്ന് കാണിച്ചാണ് പഞ്ചായത്തിൽ നിന്ന് നിർമ്മാണാനുമതി വാങ്ങിയതെന്ന് അധികൃതർ പറയുന്നു. കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടു. പഞ്ചായത്ത് ചോദിച്ചപ്പോൾ പഞ്ചായത്ത് ഈ ഇന്ന കാര്യത്തിലാണെന്നുള്ളത് അവർ അറിഞ്ഞിട്ടില്ല. 3 കടമുറികൾക്ക് വേണ്ടിയിട്ട് അവർ അപേക്ഷ കൊടുത്തു. കമേഴ്ഷ്യൽ പർപ്പസ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള അനുമതി കൊടുത്തു. ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് അറിയില്ല. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് നിർത്താമെന്നാണ് പ്രസിഡന്റും മറ്റുള്ള സെക്രട്ടറിയും അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ നാട്ടുകാർ യോഗം ചേർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ 1 ഏക്കർ വരുന്ന സ്ഥലത്ത് വൻതോതിൽ പാറാഖനനം നടത്തിയിട്ടുണ്ട്. അനധികൃതമായി വെടിമരുന്ന് ഉപയോഗിച്ചാണ് പാറാഖനനം നടത്തിയിട്ടുള്ളതെന്നും നാട്ടുകാർ പറയുന്നു. ഇതിനെതിരെയും ജിയോളജി വകുപ്പിൽ നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. എരുമപ്പെട്ടി. മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഉരകം 7ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ്. ഉരകം AUP സ്കൂളിലെ 1-2 ബൂത്തുകളിൽ രാവിലെ മുതൽ വോട്ട് ചെയ്യാനായി നീണ്ട നിരയായിരുന്നു. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായി പോളിംഗ് സ്റ്റേഷനും പരിസരത്തും പാവർട്ടി SHO ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. UDF അംഗമായിരുന്ന മോഹനൻ വാഴപ്പള്ളിയുടെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ UDF വിജയിച്ചത്. ശക്തമായ ത്രികോണ മത്സരമാണ് ഉരകം ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. വോട്ടിംഗ് വൈകിട്ട് 6 മണിവരെ തുടരും. 5 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. UDF സ്ഥാനാർത്ഥിയായി ലിജോ പനക്കൽ, LDF സ്ഥാനാർത്ഥിയായി VM മനീഷ്, NDA സ്ഥാനാർത്ഥിയായി മിഥുൻ വൃന്ദാവനം, ഇന്ത്യൻ ഗാന്ധിയൻ പാർട്ടി സ്ഥാനാർത്ഥിയായി പാർവതി ഗാന്ധി, സ്വതന്ത്ര സ്ഥാനാർത്ഥി NR രാജൻ എന്നിവരാണ് മത്സരിക്കുന്നത്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10-ന് മുല്ലശ്ശേരി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കും. വാർദ്ധക്യം മറന്ന് വോട്ട് ചെയ്യാനെത്തിയ വയോജനങ്ങളുടെ നീണ്ട നിര ഉരകം ഉപതെരഞ്ഞെടുപ്പിന് ആവേശകരമാക്കി. രാവിലെ വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ വയോജനങ്ങൾ പരസഹായത്തോടെയാണെങ്കിലും ആവേശത്തോടെ വോട്ട് ചെയ്യാനെത്തി. 3 മുന്നണികളും വൃദ്ധരും അവശരുമായവരെ വാഹനങ്ങളിൽ പോളിംഗ് ബൂത്തിന് മുന്നിൽ രാവിലെ തന്നെ എത്തിച്ചു. ശാരീരിക അവശതകളുള്ള 95 വയസ്സായ ഊരുപറമ്പിൽ ജാനകിയും 83 വയസ്സായ നെല്ലിക്കൽ കേശവനും നടക്കാൻ തീരെ പറ്റാത്ത 78 വയസ്സായ നെല്ലിക്കൽ ഭവാനിയും നാലപുരയ്ക്കൽ രാധയും എല്ലാം ജനാധിപത്യത്തിന്റെ വിജയമാതൃകകളായി. ഊരകം ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വിജയം സുനിശ്ചിതമെന്ന് മുരളി പെരുന്നല്ലി MLA. ഊരകം AUP സ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിൽ ഭാര്യയോടും മകളോടുമൊപ്പം എത്തി വോട്ട് ചെയ്യാനെത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MLA. വർഗീയതയ്ക്കെതിരെയും ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിനെതിരായും അവരെ പിന്താങ്ങുന്ന കോൺഗ്രസിനെതിരായും പ്രബുദ്ധരായ വോട്ടർമാർ പ്രതികരിക്കുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് MLA കൂട്ടിച്ചേർത്തു. വർഗീയതയ്ക്കെതിരായി അതേപോലെ ജനവിരുദ്ധ കേന്ദ്ര നയങ്ങൾക്കെതിരായി അതിനെ പിന്താങ്ങുന്ന കോൺഗ്രസിന്റെ നയങ്ങൾക്കെതിരായി കൃത്യമായ നിലപാടെടുക്കുന്ന ബദൽ നയം ആവിഷ്കരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഇവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു.
കാളിയറോട് ചന്ദനക്കുടം ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി. മുട്ടുംവിളിയുടെയും ദഫ്മുട്ടിന്റെയും അകമ്പടിയോടെയായിരുന്നു കൊടിയേറ്റം നടന്നത്. കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KM രാജേഷ് ഖാൻ കൊടിയേറ്റം നിർവഹിച്ചു. നേർച്ച ദിവസമായ ശനിയാഴ്ച മൗലീദ് പാരായണവും ഖതം ദുആയ്ക്ക് ശേഷം അന്നദാനവും ഉണ്ടാകും. വൈകിട്ട് പള്ളി കേന്ദ്ര ജമാഅത്തിന്റെ കീഴിലുള്ള 4 മഹലുകളിൽ നിന്നും നേർച്ചയാരംഭിച്ച് പള്ളിയിലെത്തി സെക്രട്ടറിമാർ കൊടിയേറ്റ് നടത്തും. തുടർന്ന് വിവിധയിടങ്ങളിൽ നിന്നുള്ള നേർച്ചയാഘോഷങ്ങൾ പള്ളിയിലെത്തി കൊടിയേറ്റി മടങ്ങും. ഞായറാഴ്ച പുലർച്ചെ വരെ നേർച്ചകൾ പള്ളിയിലെത്തും. കാളിയറോട് പള്ളി കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി KI അബ്ദുൾ അസീസ്, ട്രഷറർ BS കാസിം ഹാജി, വൈസ് പ്രസിഡന്റ് PS മൊയ്തീൻ കുട്ടി, ജോയിന്റ് സെക്രട്ടറി PP റഷീദ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സഹകരണ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത തകർക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ നടക്കുമ്പോഴും സഹകരണ ബാങ്കുകളിലെ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ 22,000-ലേറെ കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞത് ജനങ്ങൾക്ക് സഹകരണ പ്രസ്ഥാനത്തോടുള്ള വിശ്വാസ്യതയാണ് കാണിക്കുന്നതെന്ന് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ P. ജയരാജൻ പറഞ്ഞു. ഒളരിക്കരയിലെ നവീകരിച്ച ഖാദി ഗ്രാമ സൗഭാഗ്യയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു P. ജയരാജൻ. ഭാരതത്തിന്റെ ദേശീയത രൂപപ്പെട്ടത് ജാതിക്കും മതത്തിനും ഭാഷക്കും പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾക്കുമെല്ലാം അതീതമായിട്ടാണ്. ആ ദേശീയതയാണ് ഇന്ന് പല നിലക്കും വെല്ലുവിളിക്കപ്പെടുന്നത്. നമ്മുടെ ഭരണഘടന ഇംഗ്ലീഷിൽ തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യയിലെ ജനങ്ങളായിട്ടുള്ള നമ്മളാണ് ഇന്ത്യയിലെ സാമൂഹ്യ സാമ്പത്തിക സംവിധാനക്രമം ഇന്നതായിരിക്കണം എന്ന് ഭരണഘടനയുടെ ആദ്യത്തെ വാചകത്തിൽ പ്രഖ്യാപിക്കുന്നു. നമ്മളെ വിഭജിക്കാനുള്ള ശ്രമമാണ്, നമുക്കിടയിൽ വിദ്വേഷം പരത്താനുള്ള ശ്രമമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ സ്ഥാനവസ്ത്രമായിട്ടുള്ള ഖാദി തീർച്ചയായിട്ടും ആ ദേശീയതയെ ഉദ്ഘോഷിക്കുന്നതാണ്. അതോടൊപ്പം ദേശീയത എന്താണോ അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാതൃക രാജ്യത്തിന് ആകെ അനുകരണീയമാണ്. ചില മാധ്യമങ്ങൾ കള്ളപ്പണത്തിന്റെ സുരക്ഷിതമായ ഇടം സഹകരണ ബാങ്കുകളാണെന്ന് പ്രചാരണം നടത്തുമ്പോഴും സഹകരണ മേഖലയിലേക്ക് വൻ നിക്ഷേപം വന്നത് ഈ ദുഷ്പ്രചാരണം ജനങ്ങൾ തള്ളിക്കളഞ്ഞുവെന്നതിന് തെളിവാണ്. ചില സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകൾ ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. അതിൻ്റെ പേരിൽ സഹകരണ മേഖലയുടെ നന്മകൾ കാണാതിരുന്നുകൂടാ. ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും പ്രാദേശികമായ വ്യത്യാസങ്ങൾക്കും അതീതമായി രൂപപ്പെട്ട ഭാരതത്തിൻ്റെ ദേശീയത ഇന്ന് പല നിലയ്ക്കും വെല്ലുവിളിക്കപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ ദേശീയതയിൽ നമ്മെ ഒരുമിപ്പിക്കാൻ സ്വാതന്ത്ര്യ സമരകാലത്ത് രൂപം കൊണ്ട ഖാദി പ്രസ്ഥാനത്തിന് കഴിയും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഖാദി വസ്ത്രം ധരിക്കണമെന്ന പ്രചാരണം ജനങ്ങൾ ഏറ്റെടുത്താൽ ഖാദി പ്രസ്ഥാനത്തിന് ഊർജ്ജസ്വലതയോടെ മുന്നോട്ടു പോകാനാകും. തൊഴിലാളികൾക്ക് പൂർണ്ണ പിന്തുണ ഖാദി ബോർഡിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുമെന്നും P. ജയരാജൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സെക്രട്ടറി ഡോക്ടർ KA രതീഷ്, സ്റ്റേറ്റ് ഡയറക്ടർ ഇൻചാർജ് CG ആണ്ടവർ, ബോർഡ് അംഗങ്ങളായ കമല സദാനന്ദൻ, S. ശിവരാമൻ, ഡെപ്യൂട്ടി ഡയറക്ടർ PS. ശിവദാസൻ, ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ പ്രോജക്ട് ഓഫീസർ S. സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. എക്സൈസിലെ മാസപ്പടി വിവാദത്തിൽ എക്സൈസ് കമ്മീഷണർ അന്വേഷണം ആരംഭിച്ചു. എക്സൈസ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം. ബാർ ഉടമകളുടെ സംഘടനയാണ് മാസപ്പടി സംബന്ധിച്ച് വിവരം പുറത്തുവിട്ടത്. മാസം തോറും ഓരോ ബാറിൽ നിന്നും എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മാസപ്പടി നൽകേണ്ടി വന്നിരുന്നതായാണ് ബാർ ഉടമകൾ വെളിപ്പെടുത്തിയത്. കൈക്കൂലിക്കെതിരെ ഏതാനും ബാർ ഉടമകൾ ശക്തമായ രംഗത്ത് വന്നിരുന്നു. ഇതേ തുടർന്ന് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ യോഗത്തിൽ ഇനി മുതൽ മാസപ്പടി നൽകില്ലെന്ന് ബാർ ഉടമകൾ തീരുമാനമെടുക്കുകയായിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ CPM പ്രാദേശിക നേതാക്കളെ ED ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യുന്നു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ അനൂപ് ഡേവിസ് കാട, വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ മധു അമ്പലപുരം എന്നിവരെയാണ് ED വീണ്ടും ചോദ്യം ചെയ്യുന്നത്. മുഖ്യപ്രതി സതീഷ് കുമാറുമായും CPM നേതാക്കളുമായും അടുത്ത ബന്ധമുള്ള ഇവർക്ക് വായ്പാ തട്ടിപ്പ് സംബന്ധിച്ച് അറിവുണ്ടെന്നാണ് ED വ്യക്തമാക്കുന്നത്. AC മൊയ്തീൻ അടക്കമുള്ള ഉന്നത CPM നേതാക്കളെയും ED ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. പഴഞ്ഞി പട്ടിത്തടം റോഡിൽ വീടിന് തീപിടിച്ചു. ഓടേരിയിൽ അശോകന്റെ വീടിനാണ് തീപിടിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. തീ ആളിപ്പടരുന്നത് കണ്ട വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങിയോടി. വീടിന്റെ മുകളിലെ മച്ചിൽ സൂക്ഷിച്ച ഉണങ്ങിയ മരക്കഷ്ണങ്ങൾക്കാണ് തീപിടിച്ചത്. വീടിന്റെ മുകൾ വശം കത്തി നശിച്ചു. കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തീയണച്ചു. സ്റ്റേഷൻ ഓഫീസർ B. വൈശാഖ്, അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരായ ലൈജു, റഫീഖ, പവിത്രൻ, അമൽ, ശരത്, സ്റ്റാൻലിൻ, ശ്യാം, വിഷ്ണുദാസ്, അനൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീയണച്ചത്.
കലാമണ്ഡലത്തിൽ വളർന്നുവരുന്ന കലാകാരന്മാർക്ക് ധാരാളം അവസരങ്ങളുണ്ടെന്നും മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തു വരുന്നതെന്നും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. കേരള പദയാത്രയുടെ ഭാഗമായി കലാമണ്ഡലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. മഹാകവി വള്ളത്തോളിന്റെ സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് അദ്ദേഹം കലാമണ്ഡലം സന്ദർശിച്ചത്. കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ, രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഓട്ടോറിക്ഷയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. വെങ്ങലശ്ശേരി കുറ്റിപ്പള്ളത്ത് വീട്ടിൽ 70 വയസ്സുള്ള തങ്കപ്പനാണ് മരിച്ചത്. മണിമലർക്കാവ് വേല ദിവസം വേലൂരിൽ വെച്ച് ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ശിവരാത്രിക്ക് ആലുവയിലേക്ക് പ്രത്യേക തീവണ്ടി സൗകര്യമൊരുക്കി റെയിൽവേ. ശിവരാത്രി ദിവസമായ മാർച്ച് 8-ന് വൈകിട്ട് നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് മറ്റ് സ്റ്റോപ്പുകൾക്ക് പുറമെ മുള്ളൂർക്കര, ഒല്ലൂർ, നെല്ലായി, കൊരട്ടി എന്നിവിടങ്ങളിൽ നിർത്തും. അന്നേ ദിവസം രാത്രി ഷൊർണൂർ തൃശൂർ എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിൻ ആലുവ വരെ സർവീസ് നടത്തും. രാത്രി 11:15-ന് തൃശൂരിൽ നിന്നും പുറപ്പെട്ട എല്ലാ സ്റ്റേഷനുകളും നിർത്തിയ ശേഷം അർദ്ധരാത്രി 12:45-ന് ആലുവയിലെത്തും. പിറ്റേന്ന് രാവിലെ 5:15-ന് ആലുവയിൽ നിന്നും പുറപ്പെടുന്ന തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് രാവിലെ 6:40-ന് തൃശൂരിലെത്തി പതിവ് പോലെ കണ്ണൂരിലേക്ക് യാത്ര തുടരും. ഈ ട്രെയിൻ ആലുവയ്ക്കും ഷൊർണൂരും ഇടയിലുള്ള എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തും. മലയാളത്തിന്റെ പ്രിയ നടി KPSC ലളിത വിടവാങ്ങിയിട്ട് 2 വർഷം. ഭരതന്റെ നാടായ എങ്കേക്കാട് ഗ്രാമത്തിലെ നാട്ടുകാരുടെ മനസ്സിലും ചലച്ചിത്ര ലോകത്തും ആ അഭാവം നികത്താനാകാത്തതാണ്. 1978-ൽ വടക്കാഞ്ചേരിയിലേക്ക് സംവിധായകൻ ഭരതന്റെ ഭാര്യയായി ഏങ്കക്കാടിന്റെ മരുമകളായി എത്തിച്ചേർന്ന ലളിത ഭരതന്റെ വേർപാടിന് ശേഷം അക്ഷരാർത്ഥത്തിൽ വടക്കാഞ്ചേരിയുടെ മകളായി മാറിയിരുന്നു. ഭരതന്റെ തറവാടിന് സമീപം ഒരു വീട് പണിത് പാലിശ്ശേരിയിൽ ഓർമ്മ എന്ന പേരിട്ട് അവിടെ താമസമാക്കുകയായിരുന്നു. തുടർന്ന് ലളിതയുടെ മണിയേട്ടന്റെ ജന്മനാടായ ഏങ്കക്കാടിന്റെ ഓരോ സ്പന്ദനങ്ങളിലും ലളിത ഉണ്ടായിരുന്നു. അവരിൽ ഒരാളായി ഈ നാട്ടുകാരിയായി ജീവിച്ച ലളിത നാട്ടുകാരിൽ ചിലരുമായി അഗാധ സൗഹൃദം പുലർത്തിയിരുന്നു. നിയമസഭാ ഇലക്ഷനിൽ വടക്കാഞ്ചേരിയിൽ നിന്നുള്ള LDF സ്ഥാനാർത്ഥിയായി ലളിതയെ പരിഗണിച്ചിരുന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം സ്നേഹപൂർവ്വം നിരസിക്കുകയായിരുന്നു. ഭരതന് പ്രിയപ്പെട്ട ഉത്രാളിക്കാവ് പൂരത്തിന്റെ ഏങ്കക്കാട് ദേശം ഭാരവാഹി കൂടിയായിരുന്നു ലളിത. തിരക്കിനിടയിലും എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും കൃത്യമായി വോട്ട് ചെയ്യാൻ ലളിത ചേച്ചി എത്തുമായിരുന്നു. എല്ലാവരുടെയും മനസ്സിൽ മായാത്തോർമ്മയായി ആ താരം ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്നെ ഓർമ്മിക്കുമോ? പ്രിയപ്പെട്ട നാരായണി, ഓർക്കും. എങ്ങനെ ഓർക്കും? നാരായണിയുടെ അടയാളം ഈ ഭൂഗോളത്തിൽ എങ്ങുണ്ട്. TCV വടക്കാഞ്ചേരി. വേദിയിലും വെള്ളിത്തിരയിലും അഭിനവിസ്മയം തീർത്ത കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ KPSC ലളിതയുടെ ഓർമ്മകൾക്ക് 2 വർഷം തികയുമ്പോൾ സിനിമാ ലോകവും ആരാധകരും ഈ ലളിത കലാതാരത്തെ കണ്ണീരോടെ ഓർക്കുകയാണ്. ചത്തിട്ടില്ല, അതറിഞ്ഞിട്ട് കൊല്ലാനാണോ വന്നത്? അമ്മേ, എന്നെ അങ്ങനെ വിളിക്കണ്ട. എനിക്കിങ്ങനെ ഒരു മകനില്ല. ഞാൻ മറന്നുവല്ല. എനിക്ക് വേണ്ട. ലളിതം സുന്ദരമായിരുന്നു ഈ ജീവിതം. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും കരളലിയിപ്പിച്ചും ഒരായുസ് മുഴുവൻ അഭിനയത്തിനു വേണ്ടി സമർപ്പിച്ച KPSC ലളിതയുടെ ഓർമ്മകൾക്ക് 2 വർഷം. കുട്ടിക്കാലത്ത് കലാമണ്ഡലം ഗംഗാധരനിൽ നിന്നും നൃത്തം പഠിച്ചു. ചെറുപ്പത്തിൽ തന്നെ നാടകങ്ങളിലും മറ്റും അഭിനയിച്ചിരുന്നു. ഗീത എന്ന നാടക സംഘത്തിന്റെ വലിയായിരുന്നു ആദ്യ നാടകം. പിന്നീട് ലളിത എന്ന പേര് സ്വീകരിച്ച് കായംകുളം KPSCയിൽ ചേർന്നു. തോപ്പിൽ ബാസിയുടെ കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയപ്പോൾ പേരിനൊപ്പം KPSC എന്നുകൂടി ചേർത്ത് KPSC ലളിത എന്ന് അറിയപ്പെട്ടു. പിന്നീട് മലയാള സിനിമയുടെ മുഖമായി മാറി. അങ്ങനെ ഞാൻ ചാവൊന്നുമില്ല. ഞാൻ ഈ വീടിന്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കും. ഓമനെ നമുക്കൊരു ആശുപത്രി പോയി കളയാം. ഞാനത്ര ദുഷ്ടത്തിയല്ല. ഞാനൊരു പെണ്ണാ. ഞാൻ പ്രസവിക്കും. കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആളുണ്ട്. ആരാ? നിങ്ങൾ തന്നെ. 1978-ൽ പ്രശസ്ത സംവിധായകൻ ഭരതനെ വിവാഹം കഴിച്ചതോടെ അവർ തൃശൂരിന്റെ മരുമകളായി വടക്കാഞ്ചേരിയിലെത്തി.
അഭിനയ തികവിനോടൊപ്പം തന്നെ വ്യത്യസ്തമായ ശബ്ദവും ഈ നടിയെ ശ്രദ്ധേയയാക്കി മാറ്റി. ഇന്നത്തെ രാത്രി ഉറങ്ങാൻ കഴിയോ ചേട്ടാ? തമാശക്കാരനാണെന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. ഒരു സീനിൽ പോലും മുഖം കാണിക്കാതെ കേവലം ശബ്ദാഭിനയം കൊണ്ട് അടൂർ ഗോപാലകൃഷ്ണന്റെ മതിലുകൾ എന്ന ചിത്രത്തിൽ ഈ അഭിനേത്രി വിസ്മയം സൃഷ്ടിച്ചു. 1998 ഭർത്താവിന്റെ നിര്യാണത്തെ തുടർന്ന് സിനിമയിൽ നിന്നും കുറെ കാലം വിട്ടുനിന്ന ലളിത പിന്നീട് സത്യൻ അന്തിക്കാടിന്റെ വീണ്ടും ചില വീട്ടുകാര്യങ്ങളെന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് തിരികെ എത്തിയത്. അമരത്തിലെയും ശാന്തത്തിലെയും അഭിനയത്തിന് KPSC ലളിതയ്ക്ക് ദേശീയ പുരസ്കാരം തേടിയെത്തി. എപ്പോഴാ എന്റെ കുഞ്ഞ് ഇറങ്ങിപ്പോയതാവോ? എനിക്കൊന്ന് കണ്ണു തെറ്റിപ്പോയല്ലോ എന്റെ ഭഗവതി. നിരവധി തവണ സംസ്ഥാന ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. കഥാപാത്രങ്ങൾ തന്മയത്തോടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ലളിത എന്ന അഭിനേത്രിയുടെ മാറ്റുകൂട്ടി. ആഗ്രഹിച്ചു വിളിക്കുന്നു. ഇളയവന്റെ നഴ്സത്തിൽ രണ്ടാമത് പെറ്റിട്ട് 5 മാസം കഴിഞ്ഞു. അവിടാണെങ്കിൽ വീടടച്ചു അടയ്ക്കാനും കൊച്ചിനെ നോക്കാനും ഒക്കെ പറ്റിയ ഒരാളെ എളുപ്പം കിട്ടുകയല്ല. നേരത്തെ ഒരുത്തി ഉണ്ടായിരുന്നു. അവക്ക് ഇവിടുത്തെ 8,000 10,000 ഒക്കെയാ ശമ്പളം. ഞാനാണെങ്കിൽ പേരക്കുട്ടികളെ കൊഞ്ചിച്ചും കളിപ്പിച്ചും ഒക്കെ നേരവും പോകും. കൂട്ടത്തെ വീട്ടുജോലിയും നടക്കും. ശമ്പളവും വേണ്ട. അമരം, ആരവം, വെങ്കലം, ഗജകേസരി യോഗം തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനങ്ങൾ സിനിമാസ്വാദകരുടെ മനസ്സിൽ എക്കാലവും മായാതെ നിൽക്കുന്നതാണ്. സഹനടിയായും പ്രതിനായികയായും 5 പതിറ്റാണ്ടിലേറെ 550-ലേറെ സിനിമകളിൽ വേഷപ്പകർച്ചകൾ കൊണ്ട് ഇവർ മലയാള സിനിമയിൽ നിറഞ്ഞാടി. മലയാള സിനിമാ ലോകത്തിലെ പകരം വയ്ക്കാനില്ലാത്ത ഈ കലാകാരിക്ക് കൾച്ചറൽ ഡെസ്ക് TCV. കുറുമാലിപ്പുഴയിലെ മൺചിറ നിർമ്മാണം നടക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വരന്തരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് മണ്ഡലം പ്രസിഡന്റ് M. ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ KL ജോസ്, പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോളി ജോസഫ്, നേതാക്കളായ വിനയൻ പണിക്കവളപ്പിൽ, ഔസേപ്പ് ചെരടായി എന്നിവർ സംസാരിച്ചു. ചിമ്മിനി ഡാമിൽ നിന്ന് യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നതിനെതിരെ പഞ്ചായത്ത് ഭരണസമിതി നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പുത്തൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പൂയം ആഘോഷിക്കുന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി കാരുമാത്ര വിജയൻ കാർമ്മികത്വം വഹിച്ചു. വിവിധ സമാജങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നുമുള്ള കാവടി ആഘോഷങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരുന്നു. ക്ഷേത്ര സമിതി പ്രസിഡന്റ് രാജൻ മുളങ്ങാട്ടുകര, സെക്രട്ടറി ഷാജി മുരിയാടൻ, ട്രഷറർ മുരളീധരൻ കാഞ്ഞിര തുടങ്ങിയവർ ഉത്സവാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ. ആലപ്പുഴയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. നിയമക്കുരുക്കിൽപ്പെട്ട് അടഞ്ഞുകിടന്നിരുന്ന പെരിഞ്ഞനം പഞ്ചായത്തിലെ പ്രളയപുരയ്ക്ക് ശാപമോക്ഷം. 8 കുടുംബങ്ങൾക്ക് കൂടി വീടിന്റെ താക്കോൽ കൈമാറി. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ വിവിധ മേഖലകളിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിട്ട് 2 ആഴ്ച പിന്നിട്ടു. കുടിവെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കൌൺസിലർമാർ കാലിക്കുടങ്ങളുമായി പ്രതിഷേധ സമരം നടത്തി. കടങ്ങോട് ചിറമ്പനേങ്ങാട് കണലിപ്പാറപ്പുറത്ത് വെടിമരുന്ന് പടക്ക സംഭരണശാല ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. ജനവാസ കേന്ദ്രത്തിന് സമീപം വെടിമരുന്ന് സംഭരണശാല ആരംഭിക്കാനുള്ള നീക്കമാണ് നാട്ടുകാരെ ഭീതിയിലാക്കിയിരിക്കുന്നത്. മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഉരകം 7-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ്. പ്രതീക്ഷയോടെ മുന്നണികൾ വോട്ടെണ്ണൽ നാളെ. കാളിയാറോട് ചന്ദ്രക്കുടം ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി. മുട്ടുമിളിയുടെയും ദഫ്മുട്ടിന്റെയും അകമ്പടിയോടെയായിരുന്നു കൊടിയേറ്റം നടന്നത്. ഞായറാഴ്ച പുലർച്ചെ വരെ നേർച്ചകൾ പള്ളിയിലെത്തും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.